പ്രതിപക്ഷം അത്ര പോരെന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ തുടങ്ങി ഗഡാഗഡിയന്മാരൊക്കെ പ്രതിപക്ഷത്തുണ്ടെങ്കിലും ഇപ്പോഴും 4 വർത്താനം പറയാൻ നമ്മുടെ മുരളിക്കുട്ടൻ തന്നെ വേണം. 8 മാസമായ സർക്കാരിനെ 10 പറയുകയാണ് കുട്ടൻ. ഭരണത്തിന്റെ ആകെ തുക എന്താണെന്ന് ചോദിച്ചാൽ കഴിവില്ലാത്ത ഒരു മുഖ്യമന്ത്രി, ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ, വിവരമില്ലാത്ത ഒരു DGP, പരാതിക്കാരനായിട്ടുള്ള ചീഫ് സെക്രട്ടറി, ഞരമ്പ് രോഗിയായിട്ടുള്ള വിജിലൻസ് ഡയറക്ടർ, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. ഭയങ്കരം തന്നെ. വാങ്ങിയ വൈദ്യുതി കൊണ്ടുവരാൻ ലൈനിലിരിക്കാൻ പറ്റുന്നുണ്ടോ പലയിടത്തും? ഇനി വാങ്ങണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് സംസാരിക്കുക. എന്നാലും ഒരു മന്ത്രി തന്നെ ചർച്ച വേണ്ട. ഒരു പ്രധാന പ്രയാസം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്ക് മനസ്സിലാവില്ല, അവർ പറഞ്ഞാൽ നമ്മുടെ മന്ത്രിക്ക് മനസ്സിലാവില്ല. മന്ത്രിക്ക് ആകെ അറിയാവുന്ന ആംഗലേയ ഭാഷ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു മരണം വീട്ടിലാണ് മന്ത്രി മാത്യു ടി തോമസ്, അദ്ദേഹത്തിന്റെ ബന്ധു മരിച്ച എന്റെ നിയോജകമണ്ഡലത്തിലായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ മന്ത്രി അവിടെ. ഞാൻ പറഞ്ഞു, വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ട് കേട്ടോ പലയിടത്തും. അദ്ദേഹം പറഞ്ഞു, 1 മാസം കൂടി ഉള്ളൂ ഇത് തന്നെ, ഇത് കഴിഞ്ഞാൽ എന്താ വേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടെ, എന്റെ വകുപ്പിന്റെ ആവശ്യമില്ലാണ് പറഞ്ഞത്. മഴ പെയ്യാത്തത് മന്ത്രിയുടെ കുറ്റമല്ലാന്ന് എനിക്കറിയാം. പക്ഷെ പണ്ട് കാലത്തൊരു ചൊല്ലുണ്ട്, എരണം കേട്ടോ നാട് ഭരിച്ചാ നാട് കുടിക്കും. എങ്ങനെയുണ്ട്? നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്, ഇതൊക്കെ ചെറുതല്ലേ. ആകെ മഴ പെയ്തപ്പോഴാ അറിയാം. ആഗസ്റ്റ് 15-ാം തീയതി പിണറായി വിജയൻ അവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ കൊടി പൊക്കിയതിന് ശേഷം പ്രസംഗിക്കാൻ വേണ്ടി മൈക്കിന്റെ മുമ്പിൽ വന്നപ്പോൾ ഒരു മഴ കോരി ചൊരിയുന്നൊരു മഴ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗം നിർത്തി, അതോടെ മഴയും പോയി. അതിന് മുമ്പ് പെയ്തിട്ടില്ല, ശേഷം പെയ്തു. അപ്പൊ പ്രകൃതി പോലും ഈ സർക്കാരിനെതിരാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് മഴ പോലും പെയ്യാത്ത സാഹചര്യം കേരളത്തിൽ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. ആരാമത്തിൽ നിന്ന് ആന്തൂറിയമോ അടുക്കളയിൽ നിന്ന് അവലോസുണ്ടയോ എന്തായിരിക്കും ഇനി പൾസർ സുനി പോലീസിന് നൽകുക അറിയില്ല. എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മംഗലാപുരത്തല്ല ഇന്ത്യയിൽ ഒരിടത്തും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ BJP ചോട്ടാ നേതാവ് ഗോപാലകൃഷ്ണന് കുമ്മനം നല്ല ബുദ്ധി ഉപദേശിക്കും എന്നാശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. സദാചാരവാദികൾ ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ അടുത്തയാഴ്ച വീണ്ടും കാണാം. അതുവരെ നല്ല നമസ്കാരം.